അസ്സലാമു അലൈക്കും. സിമ്പിളായിട്ടുള്ള മത്തിപ്പുളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മത്തി, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, പുളി. പിന്നെ പൊടി ഐറ്റംസിൽ മുളക് പൊടി 2½ സ്പൂണ്, മല്ലിപ്പൊടി മുളക് പൊടി 2½ സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, 1/2 സ്പൂണ് ഇത് ഉലുവാപ്പൊടി, അതായത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. എന്നിട്ട് ഉള്ളി, തക്കാളി, പുളി, ഉലുവ എന്നിവ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ പുളിയിട്ട് ഉലുവാപ്പൊടി അതും കൂടെ ഇട്ട് നമുക്ക് അതിനൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ടതില്ല. വെള്ളം ചേർക്കാതെ തന്നെ അതിൽ നിന്ന് നമുക്ക് വെള്ളം വരും ഉള്ളിയൊക്കെ അരയ്ക്കുമ്പോൾ. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ചട്ടിയിലേക്ക് ഇടാം അതിൻ്റെ അരപ്പ്. എന്നിട്ട് അതിലേക്ക് പൊടി ഐറ്റംസായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യമായ ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് ഇടും. വേണമെന്നുള്ളവർക്ക് പിന്നെ കറി തിളച്ചിട്ട് ഇട്ടാലും മതി. ഞാൻ ഇപ്പോൾ തന്നെ ഉപ്പും കൂടെ അതിൽ കൂടെ ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ഇടാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൽ കൂടെ ഒഴിക്കാം. സിമ്പിളായിട്ടുള്ള മത്തിക്കറിയാണ്. ആർക്ക് വേണോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം മത്തി മാത്രമല്ല, വേറെ ഏത് മീനും ഇതിലൂടെ ഉപയോഗിക്കാം. പിന്നെ മത്തി കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിൽ വെള്ളം എടുത്ത് ഒഴിക്കണം. ഇപ്പോൾ ഞാൻ സ്പൂണിട്ട് ഇളക്കിയപ്പോൾ എനിക്ക് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു അര കപ്പ് വെള്ളവും കൂടെ ഞാൻ അതിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുപ്പ് ഓണാക്കി മുളക് കട്ട് ചെയ്തിട്ടിട്ട് 2 മുളക് ഇട്ടാൽ മതി. ഇത് വേറെ പ്രത്യേകിച്ച് തക്കാളിയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട. തക്കാളി അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് തക്കാളിയൊന്നും ഇതിൽ ചേർക്കേണ്ട. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇടാം. ഇനി അടുപ്പിൽ വയ്ക്കാം. അടുപ്പ് ഓണാക്കി ഒന്ന് തിളച്ചൊന്ന് ആയിട്ട് വരുമ്പോൾ നമുക്ക് മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മത്തിപ്പുളിയാണ്. പിന്നെ നമ്മളിവിടെയൊക്കെ മത്തിപ്പ് എന്നും പറയാറുണ്ട്. മത്തിപ്പ് ഇത് ചെറിയ ചാറോട് കൂടിയാണ് ഞാൻ ആക്കിയെടുക്കണത്. ഇത് കുറച്ചുകൂടെ വറ്റിച്ചെടുക്കണത് കുറച്ച് വേറൊരു ടേസ്റ്റാണ്. അതിനെ മത്തിപ്പ് എന്ന് പറയും. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കറിയായിട്ടാണ് എടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കറിയായിട്ടാണ്, ലൂസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് ഇളക്കി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്ത് ഇനി നമുക്ക് വറുത്തിടാം. ഉള്ളി വറുത്തിടാം, അല്ലെങ്കിൽ ചെറുതായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അല്ലാത്തവർക്ക് വേണമെന്നുള്ളവർക്ക് താളിച്ചു വിടാം. അതിന് വേണ്ടിയിട്ട് കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്ര മാത്രം മതി. ഒന്ന് ചെറിയൊരു മൂപ്പാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി വറുത്തിടാം, താളിച്ചിടാം. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച ഉള്ളി, ചെറിയ ഉള്ളി 2 ചെറിയ ഉള്ളി എടുത്താൽ മതി. ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കറിയിൽ ഒഴിക്കാം. ഒരുപാട് അങ്ങ് മൂപ്പിച്ച കളറാവണ്ട, ബ്രൗൺ ആവണ്ട. ചെറിയൊരു കളറായാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഒരു പ്രത്യേക ടേസ്റ്റാണ്. വറുത്തിടുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ കറി മാത്രം മതി ചോറ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. ഈ കറി വെച്ച് മാത്രം നമുക്ക് പുളി വെച്ച് മാത്രം ചോറ് കഴിക്കാം. നല്ല അടിപൊളിയാണ്. അത് ഇത്ര മതി, ഇത്ര വറുത്താൽ മതി. എന്നിട്ട് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം.
ഈ കറി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.